ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെറ്റ് വ്ലോഗ്സ്. യെസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ ദിവസം ഞാൻ വളരെ ഹാപ്പിയാണ്. വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പേ ഹാപ്പിയാണ്. വേറൊന്നുമല്ല, ഞാൻ നല്ല ത്രില്ലിലുമാണ് ഗായ്സ്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ 10ാം ക്ലാസ്സിൽ അവർ ഒരുമിച്ച് പഠിച്ച എല്ലാവരും കൂടെ കൂടുന്നൊരു ദിവസമാണ്. അതും 10-12 വർഷത്തിന് ശേഷമല്ല, 37 വർഷത്തിന് ശേഷം അവരെല്ലാവരും കൂടെ ഇന്ന് ഒത്തുകൂടെയാണ്. ഈ 37 വർഷമായിട്ട് തന്നെ അത് പലരും നേരിട്ട് കണ്ടിട്ടില്ല. ചിലരൊക്കെ ഫോൺ വഴിയുള്ള ബന്ധമുണ്ട്. ഈ ഇടയ്ക്ക് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെയാണ് ഈ റീയൂണിയൻ വെച്ചത്. 37 വർഷം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അത്രയും നാളായിട്ട് കാണാതിരുന്ന കുറച്ച് പേര് ഇന്ന് ഒന്ന് ഒത്തുകൂടെയാണ്. അപ്പം ഞാനും അവരോട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു കാഴ്ചകൾ കാണാം. അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പയ്യ അങ്ങോട്ട് പോകാം ഗൈസ്. ബാ, അച്ഛൻ റെഡിയായി ഇറങ്ങി. അച്ഛാ, എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനുള്ളത്? ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10-37 വർഷമായിട്ട് എല്ലാവരും കൂടെ അന്ന് പരിച്ചു പിരിഞ്ഞു പോയതാണ്. വലിയ ദൂരം കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വരുന്നവരെല്ലാവരും കൂടെ സംഗമിച്ച് കുറച്ച് നേരം സമയം ചെലവഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം പാവം എൻ്റെ അമ്മയെ മാത്രം ഞങ്ങൾ കൊണ്ടുപോകണില്ല. എന്തി എൻ്റെ അമ്മ അതായിരിക്കും അമ്മ. എന്താണ് പറയാനുള്ളത്? പാവം, അയാൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പറയമ്മ. പാവത്തിനെ കൊണ്ടുപോകണില്ല ഗൈസ്. അച്ഛനും ഞാനും മാത്രമേ പോകണുള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അമ്മയെ കൊണ്ടുപോകാത്തതിൽ. അപ്പം നമ്മളെ വിളിക്കാൻ നമ്മുടെ സാബുവാൻ വരും. സാബുവാൻ വണ്ടിയും കൊണ്ട് വരും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത്. അപ്പം ചലോ. റീയൂണിയന് പോണ ആൾക്കാർ പഠിച്ച സ്കൂളാണ് ഗൈസ് ഇത്. ഞാനും ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അപ്പൂപ്പനും എല്ലാവരും ഈ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ കുറേ വർഷത്തെ ചരിത്രമുള്ളൊരു സ്കൂളാണിത്. ഇപ്പോൾ 2 പേര് നമ്മളുണ്ട്. അച്ഛനുണ്ട്, സാബുവാമനുണ്ട്. സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോവുകയാണ്. പഴയ ഓർമ്മകൾ മൈവിറക്കി. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ ഇവർ തന്നെ നടന്നകത്തോട്ട് കയറുവാണ്. അച്ഛനും നമ്മുടെ ഉള്ളിയനാട് ടീമോട്. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. കണ്ട് കേട്ടാ, കണ്ട് എങ്ങനെ ഡാൻസ് കളിക്കുന്നൊക്കെ നമ്മള് കണ്ട്. ഇന്ന് കളിപ്പിക്കാം. അങ്ങനെ പിന്നെ വന്നപ്പോ കാണാം സിന്ധുവേ അന്നേരം കാണാം. പിന്നെ സിന്ധു എന്നെ ഫോൺ ചെയ്യാൻ ഒരുങ്ങുന്നു. 6ാം നമ്പർ ആയിരിക്കുന്നുണ്ട്. 6ാം നമ്പർ അതൊക്കെ ചെറിയ ചെറിയ ഡോസല്ലേ. കണ്ടായിരുന്നു. നമ്മൾ അരികൊമ്പനെ പിടിക്കാൻ പോയതാ, കിട്ടിയില്ല. ഞാനോ ഡാൻസ് സുനിയമ്മ. ഹലോ, ഇതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. മധുവാമൻ, സുനിയാമൻ.
എല്ലാവരെയും വ്ളോഗിൽ പരിചയപ്പെടുത്തണം. കിരൺ ജയപ്രകാശ് സെറ്റ് ബ്ലോഗ്സ്. അരിക്കൊമ്പന പിടിക്കാൻ ഒരു ഡാൻസ് അതെ അരിമുര് അല്ല ഈ അമ്മായിയെ കണ്ടില്ലെന്ന് അരിക്കൊമ്പന മരുമോ വന്ന് അപ്പച്ചി വന്ന് കുഞ്ഞമ്മ വന്ന് ഒരാള് ആ മുട്ട ഒരു പ്ലേറ്റ് കിട്ടിയ പേരെന്ത് ആദ്യമായിട്ടാ കാണുന്നത്? സെന്തിൽ. നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ ആന്റി? പേരെന്തുവാ? ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. ആ നമ്മള് റോട്ടി വെച്ച് കണ്ടിട്ടുണ്ട്. ആന്റി ആന്റി ഹലോ, നമ്മൾ നേരത്തെ പരിചയമുണ്ട്. അതാ കിരൺ. പേരെന്തു? മിനി. ഹായ്. ആ മനസ്സിലായി. എനിക്കറിയത്തില്ല. പേരെന്തുവാ? പേരെന്തുവാ? സിന്ധു. ഇത് ഈ കളറാണ്. അല്ല ഇത് ചില കല്യാണത്തിനൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ ഒരു ഐറ്റമായിട്ട് അച്ചാറിട്ട് വരുന്നത്. അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി. തൊട്ടപ്പുറത്തൊരു കായലുണ്ട്, അതിൻ്റെ കരയിൽ കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അച്ഛൻ എന്താ വെച്ചാൽ തിന്നുന്ന? ചാമ്പയ്ക്ക. ഓക്കെ, ചാമ്പയ്ക്ക തിന്ന് ഞങ്ങളാണ്ട് എല്ലാവരുടെയും നടക്കും. ഇവിടെ ഉടുക്കത്തെ വെയിലാണ് ഇവിടെ, പക്ഷേ തണലുള്ള എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കാം. ബാ, അവരെല്ലാവരും കൂടെ ഇങ്ങോട്ടാണ് വരുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയം കാണും. നമ്മളിതിന് മുമ്പ് ഇവിടെ ഇതേ കണക്ക് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടെയാണ് അവരിങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും എല്ലാവരും. കുറച്ചവരുടെ നിൽപ്പുണ്ട്. ബാക്കി ടീമുകൾ എൻ്റെ ഓരോരുത്തരായിട്ട് വരുന്ന. എല്ലാവരും ഇരുന്നോ? ഞാനിവിടെ ട്രൈ ചെയ്യുന്നു.
ഷൈനാജിന്റെ ഇല പറഞ്ഞിരിക്കുകയാണ്. പായസം എത്ര പെട്ടെന്ന് എത്തിക്കുക. പ്രത്യേകം പറ, താടി മെനിക്കുക താജ്മഹൽ ആവത്തില്ലെന്ന്. ആ കൊച്ചിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് താടി ഒന്നും മെനിക്കുന്ന വിചാരിച്ച് താജ്മഹൽ ആവത്തില്ല കേട്ടോ. അച്ഛനെ താടി മിനിക്കെന്ന് വെച്ച് താജ്മഹൽ ആവൂലെന്ന്. വാ ചെല്ല് ചെല്ല് ചെല്ല്. ശോഭയ്ക്ക് പായസം എത്തിക്കണം. എത്ര പെട്ടെന്ന് ശോഭയ്ക്ക് പായസം എത്തിക്കണം. സൈമ ഒന്ന് ആക്ടിവേറ്റ് ഇല്ലേ? അപ്പോഴേക്ക് ചോറും പുളിശ്ശേരി കൊടുക്കോ? അതല്ല തിരുമുറ്റത്തെത്തുവാൻ മോഹം, ആരൊക്കെ പാടാൻ വേലേ? ഈ വെള്ളം എടുത്താണ് കലവണ്ടയിൽ വെച്ച് നീ പാടേ. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പച്ചമോര് ആവശ്യപ്പെട്ട അപ്പച്ചിക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അപ്പച്ചി മഞ്ഞമോരുമായിട്ട് കിച്ചപ്പൻ വരുന്നതാണ്. ചന്ദ്രികയോ രജനീഗന്ധിയോ അമ്പിളിയുണ്ട്, അമ്പിളി അമ്മാമ്മയുണ്ട്.
രാഗം നീയല്ലേ താളം നീയല്ലേ ഗായ്സ് അങ്ങനെ താണ്ട് അവരെല്ലാം തിരിച്ച് അവരവരുടെ വീടുകളിലോട്ട് പോവുകയാണ്. എല്ലാവരും എല്ലാ പരിപാടികളും ഡാൻസും പാട്ടും എല്ലാം എൻജോയ് ചെയ്ത് 37 വർഷത്തെ കഥകളും ഒരു 1-2 മണിക്കൂറിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ താണ്ട് പുറത്തിറങ്ങി നിൽക്കുവാണ്. ഇനി എല്ലാവരും അവരവരുടെ വീടുകളിലോട്ട് പോവുകയാണ്. ഇവിടെ വന്ന് വ്ലോഗ് എടുക്കാൻ പറ്റിയതിൽ ഞാനും വളരെ ലക്കിയാണ്. കാര്യം എന്ന് വെച്ചാൽ 37 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്, അതായത് 37 വർഷം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു ലൈഫിലോട്ട് ഒരു കുറച്ച് നേരത്തേക്ക് അവരെല്ലാവരും ഒന്ന് തിരിച്ചു പോയി എൻജോയ് ചെയ്ത് ജീവിതത്തിൽ പല തിരക്കിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് നേരം അവരെല്ലാം എൻജോയ് ചെയ്ത് അത് നേരിട്ട് കാണാൻ എനിക്കും പിന്നെ അത് വീഡിയോയിലൂടെ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഭാഗ്യം കിട്ടി. ഇപ്പം 37 വർഷമായിട്ട് അവർ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിത അവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവരവരുടെ വീട്ടിലോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും ടാറ്റയും കൊടുത്ത് വീട്ടിൽ പറഞ്ഞിടാം. ടാറ്റ ഗായ്സ്. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ താണ്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛനും ഞാനും തിരിച്ച് വീട്ടിലെത്തിയോ. ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ട കണക്ക് ഇന്ന് സൂപ്പറായിരുന്നു. അതായത് അച്ഛൻ്റെ ഫ്രണ്ട്സ് 37 വർഷത്തിന് ശേഷം ഒന്ന് ചേരുമ്പോൾ എനിക്ക് അവിടെ പോകാനും അവിടെ പോയി വീഡിയോ എടുക്കാനും പിന്നെ അവരുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പുള്ള തമാശകളും കാര്യങ്ങളും അതെല്ലാം കേൾക്കാനും കുറേ പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി. ഞാനും വളരെ ഹാപ്പിയാണ് ഗൈസ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നിങ്ങൾ വീഡിയോ കണ്ടതാണ്. നല്ല രസമായിരുന്നു. വീഡിയോ കണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇതായെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന് നിന്നപ്പോൾ നല്ല വൈബായിരുന്നു. കാര്യം അവരുടെ പഴയ വെർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളവരുടെ പഴയ വെർഷൻ എനിക്ക് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ ഈ കാണുന്നതല്ലാണ്ട് അവരുടെ 10ലെ ആ സ്വഭാവവും ആ കളിച്ചിരികളും ബഹളവും പരസ്പരം അങ്ങോട്ട് പോടാ പൊടി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു വൈബൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കുറച്ച് ലക്കിയും കൂടെ ആണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ 37 വർഷത്തിന് ശേഷം അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും വളരെ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കഴിച്ചത്. ഈ ദിവസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. ഓസം. എന്താ എനിക്ക് ഇങ്ങനൊരു ഒപ്പിച്ചെന്ന അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സിനും ഞാൻ താങ്ക്സ് പറയുന്നു. വളരെ നന്ദിയുണ്ട്. പിന്നെ അപ്പം ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങളെ നേരത്തോടാണ് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇനിയും ഇതുപോലുള്ള കിടിലം വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ കിരൺ ഫ്രം സെറ്റ് വ്ലോഗ്സ്. ടാറ്റ ബൈ ബൈ, സി യു.